കൃത്രിമ സൂര്യനെ നിർമ്മിച്ച് ചൈന. പുതിയ ഊർജ്ജ സ്രോതസ് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൈന ന്യൂക്ലിയർ ഫ്യൂഷൻ പരീക്ഷിച്ചത്. എക്സ്പെരിമെന്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്ടിംഗ് ടോക്കമാക് ഫ്യൂഷൻ എനർജി റിയാക്ടർ എന്നാണ് കൃത്രിമ സൂര്യനെ വിളിക്കുന്നത്. 1000 സെക്കൻഡ് പ്ലാസ്മയെ നിലനിർത്തി. 2023 403 സെക്കൻഡ് മറികടന്നാണ് ചൈനയുടെ പുതിയ നേട്ടം. ഊർജ്ജത്തിനായി ന്യൂക്ലിയർ ഫ്യൂഷൻ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏറെ നാളായ പരീക്ഷണങ്ങൾ നടത്തിവരികയായിരുന്നു ചൈനീസ് ശാസ്ത്രജ്ഞർ. 100 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനിലയിൽ എത്തുകയും ദീർഘകാല പ്രവർത്തനം നിലനിർത്തുകയും ചെയ്യുന്നത് വലിയ വെല്ലുവിളിയായിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. 1000 സെക്കൻഡ് നേരത്തേക്ക് സിസ്റ്റം സ്ഥിരപ്പെടുത്തിയതിലൂടെ പ്രധാന നാഴികക്കല്ല് കൈവരിച്ചു. EAST വഴി അന്താരാഷ്ട്ര സഹകരണം വികസിപ്പിക്കാനും ഫ്യൂഷൻ ഊർജ്ജം മനുഷ്യരാശിക്ക് പ്രായോഗികമായി ഉപയോഗിക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂക്ലിയർ റിയാക്ടർ ഇതുവരെ ജ്വലനം നേടിയിട്ടില്ലെന്ന് ചൈനീസ് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ജ്വലന ഘട്ടത്തിലാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ ഊർജ്ജം സൃഷ്ടിക്കുന്നത്. ഭാവിയിലെ റിയാക്ടറുകൾക്ക് ശക്തി പകരാൻ കഴിയുന്ന പ്ലാസ്മ ലൂപ്പുകൾ നിലനിർത്തുന്നതിനുള്ള ചുവടുവെപ്പാണ് പുതിയ റെക്കോർഡെന്നും ചൈനീസ് ശാസ്ത്രജ്ഞർ പറയുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.